ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസൈ ചാൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി കൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കാനൊന്നും മറക്കല്ലേ. നമ്മുടെ വീടുകളിൽ കിച്ചണിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ഗ്യാസിൻ്റെ ബർണർ ഉണ്ടല്ലോ, നമ്മൾ അധിക പേരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ ഒരു ബർണർ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ മാത്രമല്ല നമ്മൾ ഗ്യാസുമേ എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് തിളച്ച് തൂയി പോവുക ഈ ഒരു ബർണറിലേക്കാണ്. മാത്രമല്ല ഈ ഒരു ബർണറിലെ ഹോൾസൊക്കെ പെട്ടെന്ന് തന്നെ അടയുകയും ചെയ്യും. നമ്മൾ എന്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് കുക്കായി വരികയില്ല, അത്രയും ഗ്യാസ് അവിടെ വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബർണർ നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരു പരിധി വരെ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഒരു ബർണർ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ നോക്കാം. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ബർണർ ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ മാത്രമേ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് മാത്രം മതി, ഒരു ബർണർ ക്ലീൻ ആക്കി എടുക്കാനുള്ള അത്രയും അളവ് മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. വെളിച്ചെണ്ണ ഞാൻ ഈ ഒരു മഞ്ഞൾപ്പൊടി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം മതിയിട്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചെടുക്കൊന്നും വേണ്ട. ഇനി ഇതൊരു പഴയ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബർണറിലേക്ക് ഈ ഒരു മിക്സ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ബ്രഷ് ഡയറക്റ്റായിട്ട് അതിൽ മുക്കിയിട്ടാണ് ഇവിടെ ഉരച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ഈ ഒരു ബർണറിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം കരി പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഒരു ഗ്യാസിൻ്റെ ഒരു കാലപ്പഴക്കം കൊണ്ട് തന്നെ ഈ ഒരു ബർണറിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം കരി ഉണ്ടാവും. അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ പാലോ അങ്ങനെയൊക്കെ തിളച്ച് തൂയി പോകുന്നതൊക്കെ ബർണറിലോട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഹോൾസിൽ വന്ന് അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കുറച്ച് ഹോൾസൊക്കെ ഇതുപോലെ ഒന്ന് അടഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് തുറക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കി എടുത്താൽ അതൊക്കെ ഈ ഒരു അടഞ്ഞ ഹോൾസൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉൾവശവും അതിൻ്റെ സൈഡെല്ലാ വശം ഒന്ന് ഈ ഒരു ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഈ ഒരു ബ്രഷിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രത്തോളം കരി ഉണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബർണർ നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഇതിൽ നല്ലോണം എണ്ണ മെഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഉരച്ച് കഴുകിയെടുക്കണം. അപ്പോൾ അത് ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു 10-15 മിനിറ്റെങ്കിലും ഈ ഒരു ബർണർ ഇതിലൊന്ന് ഇട്ട് വെക്കണം കേട്ടോ. കാരണം നല്ലോണം എണ്ണമഴ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കാം. എന്നിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകി ക്ലീനാക്കി എടുക്കാൻ കേട്ടോ. ഈ ഒരു എണ്ണമഴക്കൊക്കെ നല്ലതുപോലെ ഒന്ന് കളയണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ ഒരു ബർണറിലെ ഒരു വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉണക്കി എടുത്തിട്ട് വേണം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കത്തൂല. അപ്പോൾ നല്ലതുപോലെ ഞാൻ ഒന്നുകൂടി ഒന്ന് ഒരു സോപ്പ് ഉപയോഗിച്ച് സാധാരണ നമ്മൾ ക്ലീൻ ആക്കുന്ന പോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഹോൾസൊക്കെ ക്ലീൻ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഒരു ബർണറൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലോ അല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിലൊക്കെ ഇപ്പോൾ ഉറുമ്പ് ശല്യം കൂടുതലായിരിക്കും. നമ്മൾ മധുരമുള്ള സാധനങ്ങൾ എവിടെ വെക്കുന്നു അവിടെയൊക്കെ ഉറുമ്പ് ശല്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഉറുമ്പിനെ തുരത്താനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അതും മഞ്ഞൾപ്പൊടി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഉറുമ്പിനെ ഒഴിവാക്കുന്നത്. നമ്മൾ ഉറുമ്പ് പൊടിയൊക്കെ വാങ്ങിച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു ഉറുമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കെമിക്കലാണ്. അപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി അതേ സെയിമിൽ അളവിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കിഴിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു മുട്ടുസൂചി വെച്ചിട്ട് ഇതുപോലെ ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുക്കട്ടെ. ഹോൾസ് ഇട്ടെടുക്കുമ്പോൾ അത്യാവശ്യം വലിയ ഹോൾസ് തന്നെ ഇട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈ ഒരു ഉപ്പിൻ്റെ തരി കുറച്ച് വലിപ്പമുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോൾസിലൂടെ പോരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഹോൾസ് തന്നെ ഇട്ടെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് അല്പം വലിയ ഹോൾസ് ഇട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഉറുമ്പ് വരുന്ന ഒരു ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. മാത്രമല്ല നമ്മൾ
ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്കിത് ധൈര്യമായിട്ട് ഇട്ടെടുക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഉറുമ്പ് പൊടിയൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളുള്ള സ്ഥലത്തൊക്കെ ഉറുമ്പ് പൊടി നമ്മൾ ഇതുപോലെ കുടഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്, ഭക്ഷണത്തിലൊക്കെ കാവുമോ എന്നുള്ളൊരു പേടിയായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ നല്ലതാണ് നമുക്ക് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും വെച്ച് ചെയ്തെടുക്കാതെ നമുക്ക് ധൈര്യമായിട്ട് എവിടെയും നമുക്ക് ഇട്ടെടുക്കാം. ഇനി ഭക്ഷണത്തിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തീർച്ചയായിട്ടും ഉറുമ്പ് ശല്യം ഒരു പരമാവധി നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു 2 കിച്ചൺ ടിപ്സും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യട്ടെ. ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.